ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യണേ. അധ്യായം 313. സിദ്ധാർത്ഥിന് അന്ന് രാത്രി ഉറങ്ങാൻ സാധിച്ചില്ല. അവൻ അശ്വിനെ കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അശ്വിനെ ആരായിരിക്കും ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചതെന്ന് അവൻ ആലോചിച്ചു. മുറിവുകൾ കൊടുത്ത ആളുടെ ഏകദേശ രൂപം അശ്വിൻ അറിയാമെന്നും അവന് തോന്നി. പക്ഷേ അതെല്ലാം മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ് അശ്വിൻ. അച്ഛനും അമ്മയും തന്നെ ഓർത്ത് വിഷമിക്കരുതെന്ന് അച്ചു വളരെയധികം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് സിദ്ധാർത്ഥിന് തോന്നി. സിദ്ധാർത്ഥിന് തൻ്റെ കൂടെയുള്ള സന്തോഷം മാത്രമാണ് വലുത്. അവരുടെ സന്തോഷത്തിനും സുരക്ഷിതത്തിനും അല്ലാതെ മറ്റൊന്നിനും സിദ്ധാർത്ഥ് പ്രാധാന്യം കൊടുത്തിട്ടില്ല. തൻ്റെ അമ്മയോടും അച്ഛനോടും എല്ലാം ദേഷ്യം കാണിച്ച് ലാവണ്യമായിട്ടുള്ള വിവാഹം മുടക്കി നീലിമയെ കല്യാണം കഴിച്ചു. അതൊക്കെ അവളെ സംരക്ഷിക്കാൻ തനിക്ക് കഴിയുമെന്നുള്ള ഉറപ്പ് കൊണ്ട് തന്നെയായിരുന്നു. അവൾക്കും അശ്വിനും ഇനി വരാൻ പോകുന്ന കുഞ്ഞിനും ഒരു അപകടവും വരാൻ പാടില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യാനും സിദ്ധാർത്ഥ് തയ്യാറായിരുന്നു. അവൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങനെ തന്നെ കിടന്നു. ഇതിനെല്ലാം പിറകിൽ ലാവണ്യ എങ്ങാനുമാണെങ്കിൽ അവളെ വെറുതെ വിടില്ലെന്ന് അവൻ ഉറപ്പിച്ചു. നീലിമയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷമെങ്കിലും തനിക്ക് ജീവിതത്തിൽ സ്വസ്ഥത ലഭിക്കുമെന്ന് അവൻ കരുതിയിരുന്നു. പക്ഷേ അവന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. തൻ്റെ ജീവിതത്തിൽ താൻ അറിയാതെ ആരൊക്കെയോ ഇടപെടുന്നുണ്ടെന്ന് അവന് തോന്നിത്തുടങ്ങി. അവരെയെല്ലാം കണ്ടുപിടിച്ച് ഒരു പാഠം പഠിപ്പിച്ചാലേ തനിക്ക് തൻ്റെ കുടുംബവുമായിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് സിദ്ധാർത്ഥ് ചിന്തിച്ചു. ഇത്രയുമൊക്കെ പ്രശ്നങ്ങൾക്ക് നടുവിലും നീലിമ തൻ്റെ കൂടെയുള്ളതാണ് ആകെയുള്ള ഒറ്റ ആശ്വാസം. അവൾ തൻ്റെ അരികിലുണ്ടെങ്കിൽ തനിക്കൊരു പ്രശ്നവും വലുതായി തോന്നുകയില്ല. അങ്ങനെയെല്ലാം ഓർത്തപ്പോൾ അവൻ അവളെ കെട്ടിപ്പിടിച്ചു കിടന്നു. അവളും ഉറങ്ങിയിരുന്നില്ല. സിദ്ധാർത്ഥ് പുണർന്നപ്പോൾ നീലിമ അവന്റെ നേർക്ക് നോക്കി. നിങ്ങൾ ഇപ്പോഴും ഉറങ്ങിയിട്ടില്ലേ? എനിക്ക് ഉറക്കം വരുന്നില്ല. ഒന്നും അറിയാത്ത എൻ്റെ മോൻ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അവൻ തെറ്റാണ് ചെയ്തത്. അവനോട് ആർക്കാണ് ഇത്ര പക? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ ഒരുപാട് നേരം അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു നോക്കി. സത്യമായിട്ടും എനിക്കൊന്നും ഓർക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ മോനോട് ഇത്ര വിരോധമുള്ള ആരാണ് ഈ നാട്ടിലുള്ളത്? അവൻ പറയുന്നത് പോലെ ഏത് സ്ത്രീയായിരിക്കും അവനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്? നീലിമ അങ്ങനെ തൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങളെല്ലാം തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. മുൻപ് സംശയം പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഒന്നും മിണ്ടാതെ കേട്ടിരിക്കുക മാത്രമാണ് ചെയ്തത്. കാരണം അവന് കാര്യമായിട്ട് ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. അവൾക്ക് എങ്ങനെ എന്ത് മറുപടി കൊടുക്കുമെന്നും അവൻ അറിയില്ലായിരുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം അശ്വിനെ അങ്ങനെ ആരെങ്കിലും മനഃപൂർവ്വം ഉപദ്രവിക്കാനെങ്ങാനും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എത്രയും വേഗം കണ്ടുപിടിക്കാമെന്ന് മാത്രമാണ് ലക്ഷ്യം. അതിനെക്കുറിച്ചൊന്നും അവൻ നീലിമയോട് പറഞ്ഞില്ല. നീലിമ അവൻ മറുപടി ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ അവന്റെ നേർക്ക് നോക്കിക്കിടന്നു. രണ്ടുപേർക്കും അന്ന് രാത്രി ഉറക്കം വന്നില്ല. പിന്നീട് എപ്പോഴോ പുലർച്ചെ സമയത്താണ് അവർക്ക് അല്പമെങ്കിലും ഒന്ന് മയങ്ങാൻ കഴിഞ്ഞത്. പെട്ടെന്ന് രാവിലെ അശ്വിൻ കണ്ണു തുറന്നു. അവൻ അപ്പോഴും തലവേദന നേരിയതായിട്ടുണ്ടായിരുന്നു. മാലതി അപ്പോൾ റൂമിലുണ്ടായിരുന്നില്ല. അവൻ തല ചെരിച്ചു നോക്കുമ്പോൾ തന്റെ അരികിൽ അച്ഛനും അമ്മയും ഇരിക്കുന്നത് അവൻ കണ്ടു. രണ്ടുപേരും ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങിയിട്ടില്ലെന്ന് വ്യക്തമായിരുന്നു. അവരുടെ കണ്ണിലെ ഉറക്കച്ചടവ് നന്നായി തെളിഞ്ഞു കാണാം. അവരെ കണ്ടപ്പോൾ അശ്വിന് വല്ലാത്ത വിഷമം തോന്നി. താൻ കാരണം അവർ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടെന്ന് അവന് തോന്നി. അവൻ അച്ഛനെയും അമ്മയെയും ക്ഷമാപണത്തോടെ നോക്കി. ഇതെന്താ, നിങ്ങൾ രണ്ടുപേരും ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? അശ്വിൻ ചോദിച്ചു. നിനക്ക് വയ്യാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയും? നീലിമ അവനോട് തിരിച്ചു ചോദിച്ചു. അവൻ വാത്സല്യത്തോടെ അമ്മയെ നോക്കി. അവർ തന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവന് തോന്നി. സിദ്ധാർത്ഥ് അവനെ നെറുകിയിൽ തലോടി. അശ്വിൻ അവരുടെ സ്നേഹം ആസ്വദിച്ചുകൊണ്ട് തന്നെ അങ്ങനെ കിടന്നു. ഇതേ സമയം സിദ്ധാർത്ഥിന്റെ കുടുംബ വീട്ടിൽ കുറെ അതിഥികളുണ്ടായിരുന്നു. ഗീതാമ്മ വിശ്വനാഥന്റെ അരികിൽ ചെന്നിരുന്നു. അവർക്ക് മുന്നിൽ ലാവണ്യയുടെ മാതാപിതാക്കളായ ലക്ഷ്മിയും ദർശനും ഇരിക്കുന്നുണ്ടായിരുന്നു. ലക്ഷ്മിയും ദർശനും എന്താ പെട്ടെന്ന്? എന്തെങ്കിലും സീരിയസ് മാറ്റർ ഉണ്ടോ? നിങ്ങൾ സാധാരണ ഇങ്ങനെ പറയാതെയൊന്നും വരാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് ഗീതാമ്മ പറഞ്ഞു. അവളുടെ വാക്കുകൾ മാന്യമായിരുന്നു. പക്ഷേ അവളുടെ ശബ്ദത്തിൽ അല്പം പതർച്ചയുണ്ടായിരുന്നു. കാരണം അവർ കാരണമാണ് ആ കുടുംബം ഒന്നാകെ നാണം കെട്ടത്. തന്റെ മകൻ കാരണമാണ് ഇതെല്ലാം തന്നെ സംഭവിച്ചത്. അതോർത്തപ്പോൾ ഗീതാമ്മക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. ദർശന്റെയും ലക്ഷ്മിയുടെയും മുഖഭാവത്തിൽ നിന്നും വളരെ ഗൗരവമായ കാര്യമാണ് അവർക്ക് സംസാരിക്കാനുള്ളതെന്ന് ഗീതാമ്മക്ക് തോന്നി. ഗീതാമ്മ വിശ്വനാഥന്റെ നേർക്ക് നോക്കി. അപ്പോൾ ദർശൻ സംസാരിച്ചു തുടങ്ങി. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു കാരണം അറിയണം. ഞങ്ങൾ എല്ലാവരെയും വിളിച്ചു വരുത്തി കല്യാണ ചടങ്ങ് നടത്തി. എന്തിനാണ് ഇങ്ങനെ ഞങ്ങൾ അപമാനിച്ചത്?
നിങ്ങളുടെ മകൻ കല്യാണം കഴിച്ചത് ആ നീലിമയാണ്. എൻ്റെ മകളെ അവൻ വിട്ടുകളഞ്ഞു. ഇതിനെല്ലാം എന്ത് ന്യായീകരണമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്കത് അറിഞ്ഞേ പറ്റൂ, ദർശൻ പറഞ്ഞു. ഗീതാമ്മയും വിശ്വനാഥനും മറുപടി ഒന്നും പറയാതെ പരസ്പരം നോക്കി. ദർശൻ അപ്പോൾ മറ്റൊരു കാര്യം ചിന്തിക്കുകയായിരുന്നു. ലാവണ്യെ സിദ്ധാർത്ഥ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ ദർശന്റെ ബിസിനസ് മുഴുവൻ രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ ഈ വിവാഹം മുടങ്ങിയപ്പോൾ അവന് വല്ലാത്ത വേദന തോന്നി. മകളുടെ ഭാവിയെക്കുറിച്ച് അവൻക്ക് നല്ല ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും ബിസിനസ്സിൽ വന്ന നഷ്ടം ഒരുപോലെ വലുത് തന്നെയായിരുന്നു. ദർശൻ തൽക്കാലം തന്റെ മകളെക്കുറിച്ച് തന്നെ ചിന്തിച്ചു. ലാവണ്യ എവിടെയാണെന്ന് പോലും ഞങ്ങൾക്കാർക്കും അറിയില്ല. അവൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ ഉരുകുകയാണ് ഞങ്ങൾ, ലക്ഷ്മി പറഞ്ഞു. മകൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ ദർശൻ ഓരോന്ന് ആലോചിച്ചു. അപ്പോഴാണ് ലക്ഷ്മി പറഞ്ഞ കാര്യം ശരിക്കും വിശ്വനാഥൻ ശ്രദ്ധിച്ചത്. അയാൾ ചോദിച്ചു, എന്താ മോളെ കാണാനില്ലെന്നോ? അവൾ എവിടെ പോവാനാണ്? നന്നായി അന്വേഷിച്ചില്ലേ? എന്താ സംഭവിച്ചത്? അയാൾ ചോദിച്ചത് കേട്ട് ദർശൻ മിണ്ടാതെ അയാളെ നോക്കി. എന്താ സംഭവിച്ചതെന്ന് ഞങ്ങളോടാണ് ചോദിക്കുന്നത്? നിങ്ങളുടെ പുന്നാര മോനോട് തന്നെ ചോദിച്ചു നോക്ക്. അവനല്ലേ എല്ലാം തുടങ്ങി വെച്ചത്. അവനോട് ചോദിക്ക് അവൾ എവിടെയാണെന്ന്. അവന് മാത്രമേ ഇതിനെല്ലാം മറുപടി പറയാൻ സാധിക്കുള്ളൂ, അയാൾ പറഞ്ഞു. അയാളുടെ മുഖത്ത് നല്ല ദേഷ്യം പ്രകടമായിരുന്നു. അയാളോട് മറുപടി പറയാൻ സാധിക്കാതെ വിശ്വനാഥൻ തലകുനിച്ചു നിന്നു. പൂർണ്ണമായും തന്റെ മകന്റെ ഭാഗത്ത് വന്ന തെറ്റാണിതെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് മറുപടിയൊന്നും പറയാൻ സാധിച്ചില്ല. നോക്കു ദർശൻ, നിങ്ങൾക്ക് സംഭവിച്ചതിനെല്ലാം തന്നെ ഞങ്ങൾക്ക് നല്ല കുറ്റബോധമുണ്ട്. എന്നിരുന്നാലും ഞങ്ങളും ഇതുപോലെ തന്നെയാണ് അപമാനിക്കപ്പെട്ടത്. എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കും അറിയില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തു പറയാനാണ്? ഞങ്ങളുടെ മകൻ ഞങ്ങളെ നാണം കെടുത്തിയത് നിങ്ങളും കണ്ടതല്ലേ. അവൻ ഇങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് ചെയ്യുമെന്ന് ഞങ്ങൾ ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നതല്ല. അവൻ പ്രതീക്ഷിക്കാതെ കല്യാണം കഴിച്ചപ്പോൾ ഞങ്ങളും നാണം കെട്ടുപോയതാണ്. ആ നാണക്കേടിൽ നിന്ന് ഞങ്ങളും ഇതുവരെ കരകയറിയിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഇതിനൊരു മറുപടി പറയാൻ എനിക്ക് സാധിക്കില്ല, വിശ്വനാഥൻ ഗീതാമ്മയോട് പറഞ്ഞു. ദർശൻ അത് കേട്ട് അയാളെ നോക്കി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൈയൊഴിയാമെന്ന് കരുതരുത്. അപ്പോൾ വിശ്വനാഥൻ അയാളെ നോക്കി. ഇതുവരെയും ഇത്രയും മോശമായി ദർശൻ തന്നോട് സംസാരിച്ചിട്ടില്ലെന്ന് അയാൾ ആലോചിച്ചു. അയാളുടെ അവസ്ഥ ഓർത്ത് വിശ്വനാഥൻ പിന്നെ സമാധാനമായി പറഞ്ഞു, ലാവണ്യെക്കുറിച്ച് എന്തെങ്കിലും സിദ്ധാർത്ഥിന് അറിയാമെങ്കിൽ ഞാൻ അത് അവനോട് ചോദിക്കാം. അവൾക്കൊന്നും സംഭവിക്കില്ല. അവൾ മറ്റെവിടേക്കെങ്കിലും മാറി നിന്നതായിരിക്കും. വിഷമം മാറുമ്പോൾ അവൾ തിരികെ വന്നോളും. ഞാനല്ലേ പറയുന്നത്. സിദ്ധാർത്ഥിനൊപ്പം മാറിയ കുട്ടിയല്ല ലാവണ്യ. അവൾ അവനെ ഉപദ്രവിക്കുകയൊന്നുമില്ല, വിശ്വനാഥൻ പറഞ്ഞു. അത് കേട്ട് ദർശൻ പറയുന്നത്, നിങ്ങൾ എന്താ ആളുകളെ കളിയാക്കുവാണോ? സിദ്ധാർത്ഥ് ചെയ്തതൊക്കെ നിങ്ങളും കണ്ടതല്ലേ. അതൊക്കെ അവൻ അവളോട് തന്നെയല്ലേ ചെയ്തത്. അവൻ അവളോട് ഫീലിങ്സ് ഒന്നും പ്രശ്നമേ ആയിരുന്നില്ല. അവനല്ലേ ആ നീലിമയെ വേദിയിലേക്ക് ആദരിച്ചു കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോൾ നിങ്ങൾ അവന്റെ കുട്ടിക്കാലത്തെ പറ്റി പറഞ്ഞ് ഓരോന്നും പറഞ്ഞ് ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ലാവണ്യ അവന് ഇഷ്ടമേ അല്ലായിരുന്നു. അങ്ങനെയുള്ളവൻ എന്തിനാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചത്? നിങ്ങളെ ഓർത്താണ് ഞാൻ ഈ വിവാഹത്തിന് നിന്നത് തന്നെ. ഇനിയിപ്പോ അതെല്ലാം പോട്ടെ. ഇപ്പോൾ എനിക്ക് എൻ്റെ മകളെ ഉടനെ തന്നെ കാണണം. അവൾ എവിടെയാണുള്ളത്? ദർശൻ ചോദിച്ചു. അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് മുറുകി. അയാൾ പറഞ്ഞത് കേട്ട് ഗീതാമ്മയും വിശ്വനാഥനും പരസ്പരം നോക്കി. ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ മോളെവിടെയാണെന്നൊക്കെ? ഞങ്ങൾ അവളെ ആ ദിവസത്തിന് ശേഷം കണ്ടിട്ടേയില്ല. ഞങ്ങൾ തന്നെ ഇവിടെ അപമാനം സഹിച്ചിട്ടാണ് ജീവിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ ഇവിടെ വന്ന് ചോദിക്കുന്നത്? സത്യമായിട്ടും ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വിശ്വനാഥൻ ചോദിച്ചു. അത് കേട്ട് ദർശൻ അയാളെ ഒന്ന് നോക്കി. നിങ്ങൾക്ക് പങ്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഇത്തരം ഒരു നാണക്കേടിൽ ഞങ്ങളെ കൊണ്ട് ഇട്ടത് നിങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ്. അവനോട് ചോദിക്കാതെയാണോ നിങ്ങൾ ഇതൊക്കെ തീരുമാനിച്ചത്? അവൻ എന്താണ് കാണിച്ചതെന്നറിയാമല്ലോ. ആളുകളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് ഞാൻ മടുത്തു, ദർശൻ പറഞ്ഞു. അയാൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് വിശ്വനാഥൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അയാൾ ഒന്നും മിണ്ടാതിരുന്നു. അവരെ എല്ലാവരെയും അപമാനപ്പെടുത്തിയിട്ട് സിദ്ധാർത്ഥ ചെയ്തു വെച്ച കാര്യങ്ങൾ അയാൾ ഓർത്തെടുത്തു. അവനോടപ്പോൾ അയാൾക്ക് നല്ല ദേഷ്യവും തോന്നി. നോക്കു ദർശ, നിന്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് ഇതിലൊന്നും തന്നെ പറയാൻ സാധിക്കില്ല. ഞാൻ നിരപരാധിയാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ലാവണ്യ എവിടെയാണെന്ന് ഞാൻ അന്വേഷിക്കാം. താൻ പേടിക്കാതെ, അവൾക്കൊന്നും സംഭവിക്കില്ല, വിശ്വനാഥൻ പറഞ്ഞു. അത് കേട്ട് ദർശൻ അയാളെ ഒന്ന് നോക്കി. എൻ്റെ മകളുടെ കാര്യത്തിൽ എനിക്ക് ആശങ്ക ഉണ്ടാവും വിശ്വ. താൻ കരുതുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ലാവണ്യ വല്ലാതെ തകർന്നു പോയി കാണും. സിദ്ധാർത്ഥിനെ അവൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന കാര്യം എനിക്കറിയാം. അവൾ ഒരു പാവമാണ്. അവളെ എല്ലാവരും കൂടി നാണം കെടുത്തിയതാണെന്നേ അവൾ കരുതൂ. അവൾ ഇനി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറയട്ടെ ദർശൻ. വിശ്വനാഥൻ മറുപടി പറയാതെ അയാളെ നോക്കി. സത്യത്തിൽ ദർശനോട് എന്തു മറുപടി പറയണമെന്നൊന്നും ഗീതാമ്മക്കും വിശ്വനാഥനും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊന്നും മിണ്ടിയില്ല.
ലാവണ്യക്ക് എന്ത് സംഭവിച്ചു കാണുമെന്ന് വിശ്വനാഥനും ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ദർശൻ ഭാര്യയെ നോക്കി എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് എൻ്റെ കുടുംബത്തിന് സംഭവിച്ച മാനക്കേട് ഞാൻ കാര്യമായി എടുക്കാതിരിക്കണമെങ്കിൽ താൻ എന്നെ ഫിനാൻഷ്യലി ഒന്ന് സഹായിക്കണം. ദർശൻ പറഞ്ഞത് കേട്ട് വിശ്വനാഥൻ അയാളെ ഒന്ന് നോക്കി. ദർശൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വിശ്വനാഥന് മനസ്സിലായില്ല. എങ്ങനെ ഫിനാൻഷ്യലി സഹായിക്കണമെന്നാണ് ദർശൻ ഉദ്ദേശിക്കുന്നത്? വിശ്വനാഥൻ ചോദിച്ചു. വിശ്വനാഥൻ, എനിക്ക് പറയാനുള്ളത് നമ്മൾ തമ്മിൽ ഇതിനു മുൻപ് സംസാരിച്ച ഒരു പ്രോജക്റ്റിന്റെ കാര്യം തന്നെയാണ്. സിദ്ധാർത്ഥന്റെ വിവാഹം നടന്നാൽ നമ്മൾ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നില്ലേ? അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം. അതിനുള്ള ഫണ്ട് വിശ്വനാഥൻ തൽക്കാലം ഇറക്കണം. എന്റെ കയ്യിൽ ഇപ്പോൾ പണമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ തന്നോട് സഹായം ആവശ്യപ്പെടുന്നത്. ഇങ്ങനെയാണെങ്കിൽ മാത്രം ഇപ്പോൾ ഉണ്ടായ മാനക്കേട് ഞാൻ അങ്ങ് മറക്കാം. ദർശൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് വിശ്വനാഥൻ അപ്പോഴും മനസ്സിലായില്ല. അയാളൊന്നും മനസ്സിലാവാത്തതുപോലെ ഭാവിച്ചുകൊണ്ട് പറഞ്ഞു, ദർശൻ, താൻ ഉദ്ദേശിക്കുന്നത് പോലെ എൻ്റെ കയ്യിൽ ഒരുപാട് പണമൊന്നുമില്ല. എല്ലാം നോക്കി നടത്തുന്നത് സിദ്ധാർത്ഥ തന്നെയാണ്. അവനോട് ചോദിക്കാതെ എനിക്കൊന്നും ചെയ്യാനും സാധിക്കില്ല. ബിസിനസിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ അവനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവൻ ഈ ഒരു ബിസിനസ്സിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുമെന്നൊന്നും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് താൻ ആ ഉദ്ദേശം മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. വിശ്വനാഥൻ പറഞ്ഞത് കേട്ട് ദർശൻ അയാളെ നോക്കി. താൻ ഇനി എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഈ ഒരു കാര്യം സമ്മതിച്ചു തരില്ല. കാരണം ഞാൻ ഈ കല്യാണത്തിന് തയ്യാറായത് തന്നെ ഈ ഒരു സംഭവം മുന്നിൽ കണ്ടതുകൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഈ ഡീലിൽ നിന്നും പിന്തിരിയാൻ സാധിക്കില്ല. തനിക്ക് ഇത്രയും പണം ഇറക്കാൻ പറ്റുമെന്നൊക്കെ എനിക്കറിയാം. താൻ പണം ഇറക്കാത്തത് തന്നെയാണ്. ഈ ഡീൽ മുന്നോട്ട് പോയാൽ മാത്രമേ എനിക്കുണ്ടായ അപമാനം ഞാൻ മറക്കുകയുള്ളൂ. ദർശൻ പറഞ്ഞത് കേട്ട് വിശ്വനാഥൻ അയാളെ തന്നെ നോക്കി. ദർശനെ അപ്പോൾ അവിടെ നിന്നും എങ്ങനെ സൗഹൃദപരമായി പറഞ്ഞയക്കാമെന്നായിരുന്നു വിശ്വനാഥൻ ചിന്തിച്ചത്. ദർശ, എനിക്ക് വേറെ കുറച്ച് ജോലികൾ കൂടിയുണ്ട്. ഇപ്പോൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ താൻ ഇവിടെ നിന്നും പോവാൻ നോക്ക്. എനിക്ക് വെറുതെ ഇരുന്ന് സംസാരിക്കാനൊന്നും ഇപ്പൊ സമയമില്ല. അപ്പോ ഇറങ്ങുവാണല്ലോ. വിശ്വനാഥൻ അത്രമാത്രം പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് മുകളിലേക്ക് നടന്നുപോയി. ഗീതാമ്മയും അയാൾക്ക് പിന്നാലെ തന്നെ നടന്നു. ഗീതാമ്മയുടെയും വിശ്വനാഥന്റെയും മുഖത്ത് നീരസം തെളിഞ്ഞു കിടന്നിരുന്നു. അവർ പോകുന്നതും നോക്കി ദർശനും ലക്ഷ്മിയും ഇരുന്നു. വിശ്വനാഥ, നിന്റെ മകൻ ഞങ്ങളെ വേദിയിൽ വെച്ച് അപമാനിച്ചു. ഇപ്പോൾ താൻ ദാ വീട്ടിൽ ഞങ്ങളെ ഇത്തരത്തിൽ അപമാനിച്ചു. ഇതിനെല്ലാം താൻ മറുപടി പറയേണ്ടി വരും. എനിക്കിപ്പോൾ അത്രയേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞ ഡീലിന് തനിക്ക് സമ്മതിക്കേണ്ടി വരും. അത്രമാത്രം പറഞ്ഞുകൊണ്ട് തന്നെ ദർശൻ അവിടെ നിന്നും എഴുന്നേറ്റു പോയി. പിന്നാലെ ലക്ഷ്മിയും ഇറങ്ങി. ഗീതാമ്മ മുകളിൽ നിന്ന് അവർ പോകുന്നതും നോക്കിയിരുന്നു. സിദ്ധാർത്ഥിനെ കൊണ്ട് ലാവണ്യെ കല്യാണം കഴിപ്പിക്കുന്നതോടുകൂടി തന്നെ ലാവണ്യയുടെ പാരന്റ്സിന് ഇങ്ങനൊരു കാര്യം കൂടെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ള കാര്യമെല്ലാം തന്നെ ഗീതാമ്മയും വിശ്വനാഥനും മനസ്സിലാക്കും. നീരസത്തോടു കൂടെ തന്നെ അവർ പോകുന്നതും നോക്കി നിൽക്കുന്നത് ഗീതാമ്മയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.